കുട്ടികൾ കാണിക്കുന്ന ചില ടാൻട്രംസ് ഉണ്ട്. ടാൻട്രംസ് എന്ന് പറഞ്ഞാൽ ഇവർ ചില കാര്യങ്ങളോട് ഇവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളോട് അവർ എക്സ്ട്രീമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി. ഇവരെ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ശരിക്കുമുള്ള കാരണത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ, അതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതിനെ വീണ്ടും നമ്മൾ സപ്രസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ ടാൻട്രംസ് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടിക്ക് എന്തോ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, പേരൻസ് അഡ്രസ്സ് ചെയ്യേണ്ട, കണ്ടുപിടിക്കേണ്ട, അതിനെ ഡീൽ ചെയ്യേണ്ട എന്തോ ഒരു പ്രശ്നം ഈ കുട്ടിയുടെ സ്വഭാവത്തിലുണ്ട്. ഈ കുട്ടിയുടെ എന്തോ ഒരു ആവശ്യം, ഇമോഷണൽ നീഡ് കാരണമാണ് ഈ കുട്ടി ടാൻട്രംസ് കാണിക്കുന്നത്. ഒന്നുകിൽ പേരൻസ് ആ കുട്ടിയെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കുന്നില്ല എന്നല്ല, ആ കുട്ടിയുടെ ഇമോഷനെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. ആ കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ ആവശ്യമുണ്ടായിരിക്കാം, അല്ലെ കെയറിങ് ആവശ്യമുണ്ടാകും, അതല്ലെങ്കിൽ ഫിസിക്കൽ ടച്ച് ആവശ്യമുണ്ടായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു കുറവ് വരുമ്പോഴാണ് കുട്ടികൾ ടാൻട്രംസ് കാണിക്കുന്നത്. ഇതിനെ അനുസരണക്കേടായിട്ടും കുരുത്തക്കേടായിട്ടും കണ്ട് കുട്ടികളെ ലേബൽ ചെയ്ത് അവരെ പണിഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം പണിഷ്മെൻറ്റ് കൊടുത്താലും ഈ ടാൻട്രംസ് കൂടി വരികയേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ ടാൻട്രംസ് കാണിക്കുമ്പോൾ, അപ്പോൾ ഈ കുട്ടികൾ ഈ പറഞ്ഞ പോലെ അലറിക്കൂവി സംസാരിക്കുക, അല്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളുക, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ് ഉണ്ടാകുമ്പോൾ കുട്ടി ഒച്ച വെക്കുക, നമ്മുടെ അറ്റൻഷൻ സീക്കാനുള്ള കാര്യങ്ങൾ കാണിക്കുക, അല്ല അവിടെ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുട്ടിക്ക് എന്തോ പേരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യാനായി മുൻപ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സഹാനുഭൂതിയോടുകൂടി കുട്ടിയോട് സംസാരിക്കുകയും കുട്ടിയെ ഒബ്സർവ് ചെയ്യുകയും കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക.